എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത നന്മകളും എനിക്കേണം ദയാനിധി. അർഹിക്കാത്ത നന്മകളും എനിക്കേണം ദയാനിധി. യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോനി സ്തുതി. യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോനി സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും എന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. ഹലോ, ഗുഡ് ഈവനിങ് എവറിവൺ. ആദ്യമായി നമ്മുടെ പ്രിയപ്പെട്ട വികാരിയച്ഛൻ ഫാദർ തോമസ് പേരപ്പാടിനെ ഓൾ സയൻസിന്റെ വാർഷിക ചടങ്ങിലേക്ക് വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ കൊച്ചച്ഛൻ ഫാദർ തോമസ് പടിഞ്ഞാറെ കണ്ണൻതറയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്നേ ദിവസം നമുക്ക് വേണ്ടി ദിവ്യബലി സമർപ്പിച്ച ഫാദർ ജോഷി കണ്ടത്തിലിനെ സ്നേഹപൂർവ്വം ഇപ്പോൾ ഓർക്കുന്നു. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാൻ അദ്ദേഹം ഇപ്പോൾ ഇവിടെയില്ല. അദ്ദേഹത്തിന്റെ അഭാവത്തിലും അദ്ദേഹത്തെ വളരെ നന്ദിപൂർവ്വം സ്മരിക്കുന്നു. നമ്മുടെ കൈക്കാരായ ശ്രീ ആന്റണി പരിമണത്തിനെ ഈ അവസരത്തിൽ ഹൃദയപൂർവ്വം ഞങ്ങളുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ അടുത്ത കൈക്കാരനായ ശ്രീ ലാൽ പോൾ തലകൻ ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല. എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ അഭാവത്തിൽ അദ്ദേഹം എപ്പോഴും എത്തിച്ചേരുമെന്നുള്ള പ്രതീക്ഷയും അദ്ദേഹത്തിനെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വൈസ് ചെയർമാൻ ശ്രീ ബോബൻ മരേറ്റുമറ്റത്തിലിനെ ഹൃദയപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഓൾ സയൻസ് യൂണിറ്റ് അനിമേറ്റർ സിസ്റ്റർ മേരി സെബാസ്റ്റിനെ ഈ അവസരത്തിൽ സ്നേഹപൂർവ്വം വളരെ സ്നേഹത്തോടെ ഈ അവസരം സ്വാഗതം ചെയ്യുന്നു. ഈ ഒരു വേദിയിൽ നമ്മുടെ കപ്പ്യ ജോയിയേട്ടന്റെ പ്രത്യേകം സ്മരിക്കുന്നു. അദ്ദേഹത്തെ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹം ഒരു വൈകിട്ട് മുതലേ ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കഠിനാധ്വാനത്തിന്റെ ഫലമായിട്ടാണ് നമ്മുടെ ദിവ്യ കുർബാനയെല്ലാം വളരെ ഭംഗിയായിട്ട് നടന്നത്. ഓൾ സയൻസ് യൂണിറ്റിലെ എല്ലാ ഭാരവാഹികളും എല്ലാ കുടുംബങ്ങളെയും പ്രത്യേകം ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. എന്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ ബന്ധുമിത്രാദികളെയും അയൽക്കാരെയും സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. വെരി ഗുഡ്, നന്നായിരിക്കുന്നു. ഏറ്റവും പ്രിയപ്പെട്ടവര്, ഈ 2 വർഷം കൂടുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരുമിച്ച് കൂടുന്നു, ഒരു യൂണിറ്റ് കൂടുന്നു. മറ്റ് ഒന്നിനാടുള്ള വർഷത്തിൽ ഇടവകയില് പള്ളിയിൽ ഒരുമിച്ച് കൂടി എല്ലാവരും കൂടി വാർഷികം നടത്തുന്നു. എല്ലാവരും കൂടി വാർഷികം നടത്തുമ്പോൾ ഒരു ചെറിയൊരു പ്രശ്നം, നമുക്ക് എല്ലാവർക്കും ചാൻസ് കിട്ടില്ല എന്നുള്ളതാണ്. ഇവിടെ ആകുമ്പോൾ നമുക്ക് എല്ലാവർക്കും ചാൻസ് കിട്ടും. ജേക്കബ് അവസാനം പറഞ്ഞ വാചകം ഞങ്ങളുടെ കൊച്ചു കലാപരിപാടി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ജേക്കബ് അതിന് ഭാഗമാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞങ്ങളുടെ കലാപരിപാടി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി സംഗതി ജേക്കബ് അടക്കം ഉണ്ടെന്ന്. അപ്പൊ ഈ സ്റ്റേജ് മതിയോ എന്ന് മാത്രം എന്റെ സംശയമുള്ളൂ. ഏതായാലും ഈ നമ്മുടെ ഇടവകയിലെ എല്ലാ പ്രവർത്തനവും ഒന്നിലും മാറ്റിവെക്കാനില്ല. ഏത് പ്രവർത്തനത്തിന്റെ കാര്യം പറഞ്ഞാലും ഓൾ സയൻസ് യൂണിറ്റ് അതിനകത്ത് ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്, സഹകരിക്കുന്നുണ്ട്. ഒരിക്കൽ കൂടി നമുക്ക് നല്ലൊരു കയ്യടി വർഗീസിന് കൊടുക്കാം. പൈനാടത്ത് വർഗീസ് നമ്മുടെ അതിരൂപതയിൽ വളരെ കുറച്ച് പേര് മാത്രമേ ആ ഒരു ഭാഗത്തേക്ക് എത്തിയിട്ടുള്ളൂ. ഏറെ സന്തോഷമുണ്ട് ആ കാര്യം പറയുമ്പോൾ. അതുപോലെ തന്നെ ലോഗസ് ക്വിസിനും അതുപോലെ തന്നെ സാന്തോമിസിനായാലും 2 പേരാണ് എപ്പോഴും കയറി വന്നുകൊണ്ടിരിക്കുന്നത്. ഈ പ്രാവശ്യം കൂടുതൽ ആളുകളുണ്ട്, സന്തോഷമുണ്ട്. നിങ്ങൾ കാണിക്കുന്ന നല്ല മനസ്സ്, ഇടവകയോട് യൂണിറ്റുകൾ എങ്ങനെ സഹകരിക്കുന്നു.
യൂണിറ്റിലെ കുടുംബങ്ങൾ യൂണിറ്റിനോട് എങ്ങനെ സഹകരിക്കുന്നു, അവിടെയാണ് നമുക്ക് വിജയം ഉണ്ടാകുന്നത്. ഏതായാലും മറ്റു യൂണിറ്റുകളെക്കാളൊക്കെ ഭംഗിയായിട്ട് എല്ലാ കാര്യങ്ങളും പറയേണ്ട താമസം കാര്യങ്ങൾ ഭംഗിയായിട്ട് ഒരു ഓർഗനൈസ്ഡ് രൂപത്തിൽ നടത്താനായിട്ട് നിങ്ങളുടെ നേതാക്കൾക്ക് എല്ലാവർക്കും സാധിക്കുന്നുണ്ട്. ഏറെ സന്തോഷമുണ്ട്. നിങ്ങൾ കാണിക്കുന്ന നല്ല മനസ്സ് ഇടവകയോട്, പ്രത്യേകിച്ച് ഇടവകയുടെ പ്രവർത്തനങ്ങളോട്, തിരുനാളുകളോട്, അതുപോലെ നേരത്തെ സൂചിപ്പിച്ച പോലെ പുൽക്കൂട് മത്സരം, അതുപോലെ മത്സരങ്ങളും എല്ലാത്തിനും ആത്മാർത്ഥമായിട്ട് നന്ദി പറയുന്നു. ഒപ്പം തന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഇടവകയിൽ നിന്ന് ആദ്യമായിട്ടായിരിക്കണം പുലിക്കുന്നിൽ ചേട്ടൻ്റെ ബോഡി ഈ ഇടവകയിൽ നിന്ന് നിൽക്കുമ്പോൾ പോട്ടില്ലല്ലോ, മെഡിക്കൽ കോളേജിന് വിട്ടുകൊടുക്കാൻ ആ കുടുംബം കാണിച്ച മനസ്സ്, ചേട്ടൻ കാണിച്ച നല്ല മനസ്സ്, അത് എല്ലാവരും കൂടി പ്രോത്സാഹിപ്പിച്ചു എന്നുള്ളതാണ് ഏറെ സന്തോഷം തോന്നിയ കാര്യം. കാരണം അങ്ങനെ വരുമ്പോഴാണ് കൂടുതൽ പേർക്ക് ആ മേഖലയ്ക്ക് കടക്കാനായിട്ട് സാധിക്കുക. ഏതായാലും എല്ലാ മേഖലകളിലും ഈ ഓൾ സയൻസ് യൂണിറ്റ് ഏറ്റവും മുൻപന്തിയിൽ പോകുന്നു. അതിനെ ഓടിക്കാൻ വേണ്ടി നമ്മുടെ ബോബനുണ്ട്. ബോബനാണെങ്കിൽ ഒരു സമയത്തും അടങ്ങിയിരിക്കില്ല, എപ്പോഴും തലയിൽ അടുത്ത, ഞാൻ പറഞ്ഞു ഈ വാർഷികങ്ങളൊന്ന് കഴിയട്ടെ എന്നിട്ട് മതി അടുത്ത പരിപാടി എന്ന് പറഞ്ഞു. പക്ഷെ വാർഷികത്തിനിടയ്ക്ക് 2 ആഴ്ചയെല്ലാം കണ്ട് ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ട്. അവിടെ എന്തോ പരിപാടി ഫിറ്റ് ചെയ്യാനുള്ള തയ്യാറെടുപ്പില്ല. അതുകൊണ്ട് നമുക്ക് ഒത്തൊരുമിച്ച് നീങ്ങാം. ഒരുമിച്ച് നീങ്ങുമ്പോൾ തന്നെ ദൈവത്തിന്റെ വലിയ ശക്തി നമ്മളിവിടെ പ്രവർത്തിക്കും. ഒപ്പം തന്നെ നമ്മുടെ കുടുംബങ്ങളിൽ സമാധാനവും ശാന്തിയും ഉണ്ടാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം. എപ്പോഴും എല്ലാവരും എൻ്റെ പെരുമാറ്റം കൊണ്ട് സമാധാനത്തിന് കുറവും വരരുത്, അത്രമാത്രം വിചാരിച്ചാൽ മതി. ബാക്കിയെല്ലാം ശാന്തമായിട്ട് പോയിക്കോളും. 2 കൈക്കാരന്മാരും ഭംഗിയായിട്ട് പ്രവർത്തിക്കുന്നു. അത് മേരി സിസ്റ്റർ പിന്നെ പറയണ്ട, എപ്പോൾ നോക്കിയാലും പള്ളിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും യൂണിറ്റ് പ്രവർത്തനങ്ങളായിട്ട് ആളിങ്ങനെ കറങ്ങി നടക്കുന്നുണ്ടാവും. വളരെ നല്ല കാര്യം. സിസ്റ്ററോട് നന്ദി പറയുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വാർഷിക ആഘോഷത്തിന്റെ എല്ലാ നന്മകളും നേരുന്നു. യൂണിറ്റിന്റെ ഭാരവാഹികൾ അതിഗംഭീരമായിട്ട് യൂണിറ്റ് നയിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട്, ഇടവകയുടെ പേരും നന്ദി പറഞ്ഞുകൊണ്ട് ഈ വാർഷികാഘോഷങ്ങൾ ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്തായിട്ട് പ്രഖ്യാപിക്കുന്നു. ഈശ്വരൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് മാത്രമാണ് എല്ലാ വിശുദ്ധരുടെയും സഹായമുള്ളത്. മറ്റൊക്കെ ഓരോന്നോരോന്നൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാ വിശുദ്ധരും ഉണ്ട്. അതുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോഴും അതനുസരിച്ച് പ്രാർത്ഥിക്കേണ്ടി വരും. SH യൂണിറ്റിലെ സേക്രഡ് ഹാർട്ട് മാത്രം പറഞ്ഞാൽ മതി, ഇവർക്കാണ് സെന്റ് ആന്റണിയോട് മാത്രം പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് ഓരോ വിശുദ്ധനെ എടുത്ത് 1 by 1 ആയിട്ട് സകല വിശുദ്ധരുടെയും ലുത്തിനെ ചെല്ലേണ്ടി വരും. അതാണ് നിങ്ങളുടെ പ്രശ്നം. നീളം കൂടും. അപ്പൊ എല്ലാ നന്മകളും വരുന്നു. ഉദ്ഘാടനം ചെയ്തായിട്ട് പ്രഖ്യാപിക്കുന്നു. ഇന്നലെ വരെ ഇവിടെ എന്തെല്ലാമോ ആയിരുന്ന ആളുകളെ കുറിച്ചുള്ള ഒരു ചിന്തപ്പാടുകൾ ഉണർത്തുവാനുള്ള ഒരു അവസരങ്ങൾ. പണ്ട് കല്ലൂക്കാരനച്ചന്റെ കാലഘട്ടത്തില് നാം ഇവിടെ കുടുംബയോഗങ്ങൾ ആരംഭിച്ചപ്പോൾ അന്ന് കിഴക്കേ കളമശ്ശേരി വാർഡ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഈ ഓൾ സയൻസ് വാർഡ് കളമശ്ശേരി സെന്റ് ജോസഫ് ദേവാലയത്തിന്റെ എല്ലാമായിരുന്നു. എന്തിനും ഇവിടെ നിന്നുള്ളതായിരുന്നു പ്രാധാന്യം ഉണ്ടായിരുന്നത്. മറക്കാൻ കഴിയാത്ത കുറെ മുഖങ്ങളും അതിനോടൊപ്പം ഉണ്ടായിരുന്നു. യാതൊരുവിധ സാമ്പത്തികങ്ങളും നോക്കാതെ നമ്മൾക്ക് വേണ്ടിയിട്ട് അധ്വാനിച്ച ആദ്യ കൈക്കാരന്മാരിൽ ഉണ്ടായിരുന്ന നമ്മുടെ ജോസഫ് പുലിക്കുന്നേൻ ചേട്ടനെയും ജോസ് അദ്വൈത ചേട്ടനെയും ഈ അവസരത്തിൽ ഓർക്കാതെ വയ്യ. അവർക്ക് പിന്നിലായിട്ട് എത്തി എല്ലാ കാര്യങ്ങൾക്കും സഹായമാകുവാനായിട്ട് മാത്യു പമ്പ്ലാനിച്ചേട്ടൻ ഇവിടെ നിന്ന് വന്നു. ഇടവകയുടെ എല്ലാ ശബ്ദമായിട്ട് അദ്ദേഹം മാറി. വൈസ് ചെയർമാനായി, കൈക്കാരനായി, പ്രസിഡന്റായി, ഉപദേശകനായി, നിർദ്ദേശകനായി
എല്ലാ തരത്തിലേക്കും മാത്യു ചേട്ടൻ ഇന്നും ഞങ്ങളോടൊപ്പമുണ്ട്. അതിൽ ഞങ്ങൾ സന്തോഷിക്കുകയാണ്. ആത്മീയ പ്രവർത്തനങ്ങളും മാർച്ച് 19 ഊട്ടുനേർച്ച ഇടവക മധ്യസ്ഥനായ യോസഫ് പിതാവിന്റെ മരണത്തിരുന്നാളിനോട് അനുബന്ധിച്ച് നമ്മളുടെ ദേവാലയത്തിൽ നടന്ന നേർച്ച വിരുന്നിൽ ഭക്ഷണ ഒരുക്കങ്ങളിലും വിതരണത്തിലും യൂണിറ്റിൽ നിരവധി അംഗങ്ങൾ സജീവമായി പങ്കുചേർന്നു. പെസഹ വ്യാഴാഴ്ച ദേവാലയത്തിൽ നടന്ന ആരാധനയിൽ നമ്മുടെ യൂണിറ്റിന് അനുവദിച്ച കിട്ടിയ സമയത്ത് ഭക്തി നിർഭരമായ നേതൃത്വം നൽകുകയും അംഗങ്ങളേവരും പ്രാർത്ഥനാപൂർവ്വം അതിൽ പങ്കുചേരുകയും ചെയ്തു. എല്ലാരും ഒന്ന് കൈയടിച്ച്. കേക്ക് കട്ടിംഗ് സെറിമണി മാത്രമാണിത്. ഈ കട്ട് ചെയ്ത് കേക്ക് ഡിന്നറിന് ശേഷം എല്ലാവർക്കും ഡെസേർട്ട് ആയി തരുന്നതായിരിക്കും. പിന്നെ ഇതൊരു മഹാ കോയിൻസിഡൻസ് ആയിപ്പോയി. ഈ ഫാമിലി യൂണിറ്റിന്റെ ഡേറ്റ് ഫിക്സ് ചെയ്തപ്പോഴത്തേക്ക് ഇതിനെപ്പറ്റി ഓർത്തില്ല. പിന്നെ നല്ലൊരു കോയിൻസിഡൻസ് ആയിരുന്നു. ഇത്രയും പേരുടെ മുമ്പിൽ വെച്ച് കേക്ക് കട്ട് ചെയ്യാനും നിങ്ങളുടെ എല്ലാം സാന്നിധ്യത്തിൽ ഇത് ചെയ്യാൻ സാധിക്കാൻ വളരെ സന്തോഷമുണ്ട്. വലിയ അനുഗ്രഹമായി കരുതുന്നു. താങ്ക് യു. ഇനി വോട്ട് ഓഫ് താങ്ക്സിനായി എന്റെ ആദ്യമായി ഇവിടെ നമ്മുടെ ഫാമിലി യൂണിറ്റ് വാർഷികത്തിന് എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി പറയുക എന്നാണ് എൻ്റെ കടമ. ആദ്യമായി നമുക്ക് ഇന്ന് നല്ല കാലാവസ്ഥ നൽകിയ സർവശക്തനായ ദൈവത്തിന് നന്ദി പറയുന്നു. അടുത്തായി നമ്മുടെ ദിവ്യബലി അർപ്പിച്ച് നമ്മളെ അനുഗ്രഹിച്ച സന്തോഷ് അച്ഛന്, ജോഷി അച്ഛന് നന്ദി പറയുന്നു. പിന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന വികാരി അച്ഛന് നന്ദി പറയുന്നു. തുടർന്ന് കൊച്ചച്ഛന് നമ്മുടെ എല്ലാവരുടെയും പേരിൽ നന്ദി പറയുന്നു. പിന്നെ വൈസ് ചെയർമാൻ ബോബൻ മാരേറ്റുമറ്റം, ടർച്ചീസ് പോൾ ചേട്ടൻ, ആന്റണി ചേട്ടൻ, പിന്നെ നമ്മുടെ സിസ്റ്റർ മേരി, ഇവർക്ക് നന്ദി പറഞ്ഞുകൊള്ളുന്നു. പിന്നെ നമ്മുടെ ഈ വാർഷികം ഇവിടെ നടത്താൻ സൗകര്യം ഒരുക്കി തന്ന ജോർജ് ചേട്ടനും ഫാമിലിക്കും നമ്മുടെ എല്ലാവരുടെയും പേരിൽ നന്ദി പറയുന്നു. പിന്നെ നമുക്ക് സൗണ്ടും ശബ്ദവും അറേഞ്ച് ചെയ്ത് തന്ന അക്കായ ഗ്രൂപ്പിന് നന്ദി പറഞ്ഞു. പിന്നെ നമുക്ക് ഭക്ഷണം, ഇതിന് നമ്മുടെ കലാപരിപാടികൾക്ക് ശേഷം ഒരു സ്നേഹവിരുന്നുണ്ട്, അത് ഒരുക്കി തന്ന ടീമിനും നമ്മുടെ എല്ലാവരുടെയും പേരിൽ നന്ദി പറയുന്നു. പിന്നെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ ഫാമിലി മെമ്പേഴ്സിനും നമ്മുടെ യൂണിറ്റിന്റെ പേരിൽ നന്ദി പറയുന്നു. ഇനി അടുത്ത പരിപാടി കലാപരിപാടികളാണ്. ഈ കലാപരിപാടികൾ സംബന്ധിച്ച് നമ്മളെ എന്താ ചെയ്തേ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാ കലാകാരന്മാർക്കും കാര്യങ്ങൾക്കും എല്ലാവരുടെയും പേരിൽ നന്ദി പറയുന്നു. ഒരിക്കൽ കൂടി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഫാമിലി യൂണിറ്റ് മെമ്പേഴ്സിന്റെ പേരിലും എല്ലാ ഫാമിലി മെമ്പേഴ്സിന്റെ പേരിലും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു. ജോയി ചേട്ടനെ ഞാൻ വിട്ടുപോയി, സോറി. ജോയി ചേട്ടനും എല്ലാവരുടെയും പേരിൽ നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിക്കുന്നു. പ്രസിഡന്റ്, സെക്രട്ടറി, എല്ലാവർക്കും, ട്രഷറർ, എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഇനി ആർക്കാ നന്ദി പറയാം? ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ? എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. താങ്ക് യു.